ഹലോ ഹായ് അസ്സാം വലൈക്കും. ഇപ്പോൾ ഇന്ന് ഒരു മിക്സഡ് ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവ 1/4 കിലോ ചിക്കൻ അതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത് അതിലേക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരച്ചത് ഇട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കുക. അതിന് ശേഷം തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ മല്ലി, പുതിന കൂടി ഇട്ട് നമുക്കൊന്നുകൂടി നന്നായി ഇതൊക്കെ യോജിപ്പിച്ച് ഇതിങ്ങനെ എല്ലാം കൂടിയിട്ട് കുക്കർ അടിച്ച് വെച്ച് വേവിച്ചെടുക്കുക. പക്ഷേ എങ്ങനെയാകുമ്പോൾ പച്ചക്കൊത്തൊക്കെ ഒന്നും മാറിക്കിട്ടില്ലാണ്ട് നമ്മൾ കുക്കർ തുറക്കുമ്പോൾ പച്ച ഒരു മണം വരും. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഇത് ഇങ്ങനെ വഴറ്റി കൊടുത്ത് ഒരു വിസിലിൽ നിന്ന് എടുത്താൽ നല്ല മസാല നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അത് ഇപ്പുറത്തൊരു പാനിലേക്ക് മറ്റൊരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാനൊരു സവാളയാണ്, ഇത് ചെറിയ കട്ടി ആയതുകൊണ്ട് ഒരുമിച്ചിടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിത് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഇനി ഞാനിത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു മിക്സഡ് ചിക്കൻ ബിരിയാണി ഉണ്ട്. ഞാൻ ആദ്യം കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അതിൽ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ മിക്സഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതും കൂടി ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ നേരത്തെ ചിക്കൻ പെരക്കി വെച്ചത് ഇതിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇപ്പുറത്ത് നേരത്തെ വെച്ച ഇത് മസാല റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി ഇതിൻ്റെ ഇറക്കി പോകാൻ കാത്തു. ഇപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മസാല ആയിട്ടുണ്ട്. ഇതാകുമ്പം പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. പെട്ടെന്ന് ഒരു 2 കുക്കറിൽ തന്നെയാണ് ഞാൻ ചോറും വെക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഇവിടെ ആകുന്നുണ്ട്. ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ദമ്മും ഇതിന് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി ഒരു മസാലയൊക്കെയായി നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ മസാല ഞാൻ വേറൊരു പാനിലേക്ക് ഒരു ബിരിയാണി പോട്ടിലേക്ക് മാറ്റി കൊടുത്ത് കുക്കറിലാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കണം മസാല. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ബിരിയാണിയൊക്കെ കിട്ടുക. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണി. അങ്ങനെ ഇവിടുത്തെ നമ്മൾ ചോറ് വേറെ മസാല വേറെ അങ്ങനെ ആക്കി, അല്ലെങ്കിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ചിക്കനും മസാല എല്ലാം ഒക്കെ കൂടി അങ്ങനെ ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറിന് ആവശ്യമായ വെള്ളം വെച്ച് അതിലേക്ക് ഡാൽഡ ഇട്ട് കൊടുത്തു. പിന്നെ സ്പൈസസ് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഡാൽഡയല്ല എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ ആയി. ഞാനത് ആ മസാലയിലേക്ക് ആയ ചിക്കൻ അതിലേക്ക് ഇട്ട് ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളം ഇവിടുന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി അരി കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. 4 ഗ്ലാസ് അരിക്ക് ഞാൻ കുക്കറിലായതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് മലയിൽ റൈസാണ് കേട്ടോ ഞാൻ എടുത്തത്. വില കുറവുമാണ്, നല്ല ചോറാണ് കേട്ടോ അതിൻ്റെ. ഇതിപ്പോൾ ഞാൻ ഈ ചിക്കൻ
മസാലയിലേക്ക് ഇട്ട് കൊടുത്തത് നല്ലതുപോലെ ചിക്കനും മസാലയും ഉള്ളി തക്കാളിയുടെ മസാലയൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. ഇപ്പോൾ ഇത് ഞാൻ അരി വെള്ളത്തിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു പകുതി ചെറുനാരങ്ങ നീരും ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നതിന് ശേഷം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വിസിലും പിന്നെ ഞാൻ കുറച്ച് പകുതി വരെ അതിൻ്റെ എയർ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എയർ പോക്കിയാണ് എടുത്തത്. അപ്പോൾ അത് ഈ മസാലയിലേക്ക് ഇനി നമുക്ക് ആയ ചോറ് ഈ മസാലയിലേക്ക് തട്ടിക്കൊടുക്കാം. മസാല ഉണ്ടാക്കിയ കുക്കറിൽ തന്നെ ചോറ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മഞ്ഞ കളർ കിട്ടിയത് കഴുകാതെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റും, പിന്നെ ഇത് ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സഡ് ചിക്കൻ ബിരിയാണിയാണല്ലോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കണം. എങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ആവി കയറ്റി അതിൻ്റെ ഒക്കെ ഒരു ദമ്മ് കിട്ടിയാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഞാൻ നല്ലൊരു സലാഡ് ഇതിനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരം ആവി കയറ്റി അത് നല്ല അടിപൊളി ചിക്കൻ മിക്സ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മിക്സ് ദം ബിരിയാണി. ഇപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും.